ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് കൊങ്കണി സ്റ്റൈൽ ഓലൻ ഉണ്ടാക്കിയാലോ? അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകാവേ. അപ്പോൾ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനുവേണ്ടി ഞാനിവിടെ തടിയങ്കായുടെ ഒരു കഷ്ണം, മത്തങ്ങയുടെ ഒരു കഷ്ണം, 2 ചെറിയ ചേമ്പ്, ഒരു പച്ചപ്പയർ, പിന്നെ 3 പച്ചമുളക്, ഇത്രയും മതി. ഇത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം. പിന്നെ ഞാനിവിടെ 2-3 കശുവണ്ടിയും വെള്ളത്തിലിട്ടിട്ടുണ്ട്. തേങ്ങയുടെ 1/4 പാൽ, ഒരു മുറി തേങ്ങയുടെ 1/4 പാലും, പിന്നെ 2/2 പാലും എടുക്കണം. നമുക്ക് 2/2 പാലിലാണ് ഈ കറികൾ. 2/2 പാലും എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞു കൊണ്ടുവരും. ഇതുപോലെയാണ് അരിയേണ്ടത്. അപ്പോൾ ഞാൻ 2/2 പാലും ഗ്യാസ് കത്തിച്ച് അതിനകത്ത് പാത്രത്തിൽ 2/2 പാലെടുത്ത് ഇതാക്കി ചൂടാക്കാൻ വെച്ചു. ആ 2/2 പാലിലോട്ട് ആദ്യം ഇടേണ്ടത്, ഇത് ഇടുന്നതിനും ഒരു രീതിയുണ്ട്. ആദ്യം തടിയങ്കായുടെ കഷ്ണം അരിഞ്ഞത്, പിന്നെ ചേമ്പ് അരിഞ്ഞത്, പിന്നെ അതിൻ്റെ മുകളിൽ മത്തങ്ങ അരിഞ്ഞത്, പിന്നെ പയർ അരിഞ്ഞത്, പിന്നെ പച്ചമുളക് നടുകെ കീറിയ 3 എണ്ണം, അത് അത്രയും ഇട്ടിട്ട് ഈ 1/4 പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. 2/2 പാലും 3/4 പാലും ഒക്കെ അതിനകത്താണ് ഇത് വേവിക്കേണ്ടത്. എന്നാലേ അതിന് ആ ടേസ്റ്റ് കിട്ടത്തുള്ളേ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2/2 പാലിലേ വേവിക്കാവൂ, അല്ലെങ്കിൽ ആ ടേസ്റ്റ് അത്രയും കിട്ടത്തില്ല. പിന്നെ ഈ കശുവണ്ടി നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെച്ച് കശുവണ്ടിയും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടു. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ആ സമയത്താണ് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പം കറക്റ്റ് ആ വേവ് റെഡി ആയിട്ട് കിട്ടും. നമുക്കിവിടെ ചേമ്പ് കിട്ടിയില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ ഉരുളക്കിഴങ്ങിന് ചേമ്പിൻ്റെ അത്രയും ടേസ്റ്റ് വരത്തില്ല, പെട്ടെന്നാവും ഇത്. ഇപ്പം എല്ലാം വെന്ത് കഴിഞ്ഞപ്പം ഗ്യാസ് തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ അതിനകത്ത് 1/4 പാൽ ഒഴിച്ചു. 1/4 പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് വലിയതായിട്ടൊന്നും തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒരു ആവി വന്നാൽ മതിയേ. ജസ്റ്റ് ഒന്ന് ആവി വന്ന് ചെറിയതായിട്ടൊന്ന് തിളയ്ക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വീഴുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഇനിയിപ്പം ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇതാണ് മസ്റ്റായിട്ട് ഇടേണ്ടത്. ഈ ചൂടോടെ തന്നെ ഇടാം. 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം. ആ ചൂടോടെ തന്നെ അടച്ച് വെക്കണേ. അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് വേണം തുറന്ന് തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇളക്കി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിന്ന് വീഡിയോസ് കിട്ടണമെങ്കിൽ എൻ്റെ വീഡിയോസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ. താങ്ക് യു.